സംസ്ഥാന പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്നും സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ല എന്നും സെൻകുമാർ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നുണ്ട്. ജീവൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയങ്ങൾക്ക് മുമ്പാണ് സ്വാമി സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്തതിനു ശേഷം സെൻകുമാർ മാധ്യമങ്ങളെ കണ്ടത്. നിയമപ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി താൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, അതെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ പ്രതികരിക്കാനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം അതോടൊപ്പം തന്നെ സർക്കാരിന്റെ കീഴിലെ ഉദ്യോഗസ്ഥനാണ് താൻ. അതോടൊപ്പം മുഖ്യമന്ത്രി 4 റേഞ്ചുകളിലായി 4 മീറ്റിംഗുകൾ മുഖ്യമന്ത്രി നേരിൽ പങ്കെടുത്ത് കൂടിയ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനല്ല താൻ ശ്രമിക്കുന്നത്. പോലീസ് ഉപദേഷ്ടാവിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും സെൻകുമാർ അത്തരം മറുപടിയാണ് പറഞ്ഞത്. പോലീസിന്റെ ഉപദേഷ്ടാവല്ല രമൺ ശ്രീവാസ്തവ, താൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. അതോടൊപ്പം മുഖ്യമന്ത്രിയെ കാണുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് താൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് താൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സമയം അനുവദിച്ച ശേഷം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ നന്നായി പ്രവർത്തിക്കുക, എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോലീസിനാവില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 11 മാസത്തെ പോലീസിന്റെ പ്രവർത്തനത്തെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് നമ്മളുടെ ചോദ്യത്തിന് അതിന് മാർക്കിടാൻ ഞാൻ ആളല്ലല്ലോ എന്നാണ് സെൻകുമാർ മറുപടി പറഞ്ഞത്. സ്വാമി, സംസ്ഥാന പോലീസ് മേധാവിയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റു. വിവരങ്ങളാണ് ജീവൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി. സെൻകുമാർ വിഷയത്തിൽ കോടതി വിധിയാണ് നടപ്പാക്കിയതെന്നും അതിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രി. മാണി UDF-ൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. LDF-ഉമായി അടുപ്പമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹാരാജാസ് വിഷയത്തിൽ FIR-ലുള്ള വിവരങ്ങളാണ് നിയമസഭയിൽ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. സെൻകുമാറിനെ പുനർനിയമിക്കാൻ സമയമെടുത്തതിൽ അപാകതയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൂടുതൽ വ്യക്തത വരുത്താനാണ് സർക്കാർ സമയമെടുത്തത്. സുപ്രീം കോടതി വിധി ആരുടെയെങ്കിലും വിജയമോ പരാജയമോ അല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഉത്തരവിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി ഗവൺമെന്റ് സമയമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അപാകതയൊന്നുമില്ല. കൂടുതൽ വ്യക്തത വരുത്തി ചെയ്യുന്നതാണല്ലോ ഏത് കാര്യത്തിനും നല്ലത്. അത് ആരുടെയും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിജയമോ പരാജയമല്ല, നീതിയുടെ വിജയമാണ്. BJPയെ പ്രശംസിച്ച ഖമറുന്നീസ അൻവറിനെ വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. ക്ഷമാപണം നടത്തിയതിനാൽ നടപടി വേണ്ടെന്നാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മുൻ നിലപാട് മാറ്റാതിരുന്നതിനാലാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയത്. അഡ്വക്കേറ്റ് KP മറിയുമ്മയ്ക്കാണ് പകരം ചുമതല. BJP തിരൂർ മണ്ഡലം കമ്മിറ്റിയുടെ പണപ്പിരിവ് ഉദ്ഘാടനം ചെയ്താണ് വനിതാ ലീഗ് അധ്യക്ഷ ഖമറുന്നീസ അൻവർ മുസ്ലിം ലീഗിനെ വെട്ടിലാക്കിയത്. ഖമറുന്നീസ മാപ്പ് ചോദിച്ചതോടെ നേതാക്കൾ നടപടി വേണ്ടെന്ന തീരുമാനത്തിലെത്തിയിരുന്നു. പക്ഷേ മാപ്പപേക്ഷ നൽകിയിട്ടും മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നേതൃത്വത്തിന് വീണ്ടും പരാതി ലഭിച്ചു. ഇതേ തുടർന്നാണ് വനിതാ ലീഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഖമറുന്നീസയെ മാറ്റിയത്. പലരുമായി ബന്ധപ്പെട്ടും അവർ നടത്തിയിട്ടുള്ള സംസാരത്തിൽ അവർ അങ്ങനെ ഒരു പിഴ പറ്റിയെന്നല്ല, അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയായിരുന്നു എന്ന രീതിയിലുള്ള സംസാരമുണ്ടായത്. അങ്ങനെ സംസാരിച്ചതിൻ്റെ വോയിസ് ക്ലിപ്പ് സ്റ്റേറ്റ് പ്രസിഡന്റിന് അതിനനുസരിച്ചുള്ള പരാതികളും പാർട്ടി ഘടകത്തുനിന്ന് വന്നു. ഇതെല്ലാം പരിശോധിച്ചിട്ട് അവർ അത് തിരുത്തിയിട്ടില്ല എന്നതിൻ്റെ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിക്കാൻ എന്ന് തങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഇത് നേതാക്കന്മാർ പരാമർശിച്ചെങ്കിൽ അവരാ കാര്യങ്ങൾ പറയേണ്ടതാണ്. അതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടില്ല. എന്നാൽ മുതിർന്ന നേതാവിന്റെ അനുമതിയോടെയാണ് പങ്കെടുത്തതെന്നാണ് ഖമറുന്നീസയുടെ വിശദീകരണം. സംഭാവന നൽകിയ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നില്ല. BJPന്റെ ഇവിടുത്തെ തിരൂർ താലൂക്കിന്റെ ആൾക്കാര് പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾ അതായത് സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭാവന വേണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എത്രയാ സംഖ്യ ചോദിച്ചപ്പോൾ സംഖ്യ എന്റെ അല്ല പ്രശ്നം, നിങ്ങളെ കൈയോട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാണ് അതിന് ഞാൻ എന്റെ പാർട്ടിയോട് ചോദിച്ചു. പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് വിരോധമില്ല, തെറ്റില്ല എന്നവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവര് സമ്മതം കൊടുത്തത്. അഡ്വക്കേറ്റ് KP മറിയുമ്മക്കാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
മുസ്ലിം ലീഗ് വർഗീയ കക്ഷികൾക്ക് കീഴടങ്ങിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കണക്കിന് പോയാൽ ബിജെപിയുടെ അടുത്ത ഫണ്ട് വിതരണ ഉദ്ഘാടനം പാണക്കാട് തങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും കോടിയേരി പറഞ്ഞു. RSS നിയന്ത്രിക്കുന്ന ബിജെപി രാജ്യത്ത് മേധാവിത്വം സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തെ ആകെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ഇനി ഇതിനെ കീഴ്പ്പെടുക മാത്രമേ വഴിയുള്ളൂ എന്ന ചിന്ത ചില വിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുകയാണ്. അതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് മുസ്ലിം ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് ബിജെപിയുടെ പ്രവർത്തന ഫണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഈ നിലയിൽ പോയാൽ അടുത്ത വർഷമാകുമ്പോൾ ബിജെപിയുടെ പ്രവർത്തന ഫണ്ട് പാണക്കാട് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥ നാട്ടിലുണ്ടാവും. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിർത്തി മാണി കോൺഗ്രസിൽ ഭിന്നത. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടെന്ന് PJ ജോസഫ് വിഭാഗം. തിങ്കളാഴ്ച ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുമെന്നും UDF-നൊപ്പം നിൽക്കണമോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെന്നും PJ ജോസഫ് പറഞ്ഞു. കലുഷിതമായ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ 2 ദിനം കൂടി മുൾമുനയിൽ നിർത്തുന്ന നിലപാടാണ് PJ ജോസഫ് ഇന്ന് സ്വീകരിച്ചത്. പാർട്ടിക്കുള്ളിൽ KM മാണിയും മകൻ ജോസ് കെ മാണിയും സ്വീകരിക്കുന്ന നിലപാടുകളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന സൂചന തന്നെയാണ് ജോസഫ് പങ്കുവെക്കുന്നത്. പാർട്ടി തീരുമാനങ്ങൾക്ക് ഏകസ്വരമെന്ന KM മാണിയുടെ വാദം തള്ളിയാണ് ചില കാര്യങ്ങളിൽ അസംതൃപ്തിയുണ്ടെന്ന് PJ ജോസഫ് തുറന്നടിക്കുന്നത്. അല്ല, ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസമാണ്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് UDF വിടാനുള്ള തീരുമാനം മുതൽ കോട്ടയം സംഭവം വരെയുള്ള വിഷയങ്ങളിലെ അതൃപ്തിയാണ് ഇന്നലെ KM മാണി വിളിച്ചു ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായതെന്നാണ് PJയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരാനിരിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് PJ ജോസഫ് വിഭാഗം തുറന്നു പറയും. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഇത്തരത്തിൽ വന്ന ചില ഈ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. പക്ഷെ പാർട്ടിയിൽ ഭിന്നതയൊന്നും അതിന്റെ പേരിലില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് പാർട്ടിപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം ബാക്കി ആ കാര്യങ്ങളെ കുറിച്ച് പറയാം. ജോസ് കെ മാണിയുടെ അപ്രമാണിത്വം അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാട് തന്നെയാകും യോഗത്തിൽ PJ വിഭാഗം സ്വീകരിക്കുക. ഇതിനിടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുമായി PJ സംസാരിച്ചു. ഇതാണ് UDF-ലേക്കുള്ള മടക്കയാത്ര സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനം പിന്നീടെന്ന ജോസഫിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. LDF-ൽ പുതിയ കക്ഷികളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോട്ടയത്തേത് പ്രാദേശിക നീക്കുപോക്ക് മാത്രമാണ്, അത് രാഷ്ട്രീയ സഖ്യമല്ല. UDF-നെ ശിഥിലമാക്കാനുള്ള അവസരം പാർട്ടി ഉപയോഗിക്കുമെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പുതിയൊരു കക്ഷിയെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് തന്നെ പ്രവർത്തിക്കും. അത് സംബന്ധിച്ചൊരു യാതൊരു ചർച്ചയും ഒരു തരത്തിൽ വേദിയിലും നടന്നിട്ടില്ല. കോട്ടയത്തുള്ള സംഭവ വികാസം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ല, രാഷ്ട്രീയ സഖ്യമായിട്ടത് വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ആ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു നീക്കുപോക്ക് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. KM മാണിയുമായുള്ള സഹകരണത്തിൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സംശുദ്ധമായ മതേതര നിലപാടുള്ള ആളായിരിക്കണം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. Let me find out what is happening. I've just come here. So let me find out what is happening here, local body elections, what they have done. So that's why I said, as far as Kerala is concerned, let me find out. I've just arrived. As far as the President of India is concerned, the presidential elections, we think the situation in the country is such that we require a person with impeccable secular credentials to occupy the post of the President today. So we are talking to all the secular opposition parties and with an idea of finding a common candidate. KM മാണിയോടുള്ള കോൺഗ്രസ് നിലപാടിൽ മാറ്റമില്ലെന്ന് ഉമ്മൻചാണ്ടി. കോട്ടയത്ത് മാണി സ്വീകരിച്ച നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുന്നെന്നും കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ കാര്യത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതിന് മുമ്പ് അവരോട് ഈ കാര്യം സംസാരിച്ചു. അവരുടെ കൂടി അംഗീകാരം, കാരണം അവരുടെ കൂടി ഒരു മുന്നണിയാണ്, അവരുടെ കൂടി അംഗീകാരത്തോടു കൂടിയാണ് രാജിവെക്കുന്നത് പോലും. അത് കഴിഞ്ഞ് 14 പേരും ഒന്നിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ആരോടും ഒന്നും പറയാതെ എടുത്ത ഒരു നടപടി കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ ശക്തമായ രീതിയിൽ അതിൻ്റെ വികാരം പ്രകടിപ്പിച്ചിട്ടുണ്ട്.
കോട്ടയം വിഷയത്തിൽ വിശദീകരണവുമായി സിപിഐഎം മുഖപത്രം ദേശാഭിമാനി. കോട്ടയത്ത് സിപിഎം സ്വീകരിച്ചത് യുഡിഎഫിനെയും ബിജെപിയെയും പരാജയപ്പെടുത്തുക എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് നിലപാടാണ്. കോൺഗ്രസ് തോറ്റതിൽ ആർക്കും വേവലാതി വേണ്ടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത എൽഡിഎഫിനില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കോൺഗ്രസ് തോറ്റതിന് ഇത്ര വേവലാതിയോ എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി ഇന്നത്തെ മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയം ആ പാർട്ടിയെയും യുഡിഎഫിനെയും വിഷമിപ്പിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. എന്നാൽ ഞങ്ങളുടെ സഹജീവികളിൽ ഉൾപ്പെടെ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മുഖപ്രസംഗം ചോദിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യുഡിഎഫിനെയും ബിജെപിയെയും പരാജയപ്പെടുത്തുക എന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി കോൺഗ്രസും ബിജെപിയും ഒഴികെയുള്ള വ്യക്തികളെയും സഹകരിക്കാവുന്ന ഗ്രൂപ്പുകളിൽ നിന്നുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കാമെന്നും അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരുന്നു. അന്നത്തെ നിലപാടിലൂന്നിയ കാര്യം തന്നെയാണ് കോട്ടയത്ത് കണ്ടതെന്നും മുഖപ്രസംഗത്തിൽ വിശദീകരിക്കുന്നു. പ്രസിഡന്റ് രാജിവെച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഒരു വശത്തും നേരത്തെ യുഡിഎഫിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം മറുവശത്തുമായി മത്സരിക്കാനിറങ്ങി. അവിടെ സിപിഐഎമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഭൂരിപക്ഷമില്ല. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ജയിപ്പിക്കണോ എന്ന ചോദ്യം തന്നെയാണ് അവിടെ ഉയരുക. കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. യുഡിഎഫിനെയും ബിജെപിയെയും ദുർബലപ്പെടുത്തുകയെന്ന നിലപാടിലൂന്നിയ സമീപനമാണ് കോട്ടയത്തുണ്ടായത്. അതിനെതിരെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആക്ഷേപമുയർന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ളതാണെന്ന് കരുതാൻ ഉള്ള മൗഢ്യം ആർക്കും ഉണ്ടാകില്ലെന്നും പത്രം പറയുന്നു. കോട്ടയം മറയാക്കി സിപിഐഎമ്മിനെതിരെ ഉയർത്തുന്ന ആക്ഷേപങ്ങൾ കോൺഗ്രസിന് ജയിക്കാനും കോൺഗ്രസിനെ ജയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ വിഫലമായതിന്റെ വികാരപ്രകടനങ്ങളായി മാത്രമേ കാണാനാകൂ എന്നും പത്രം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്. ദക്ഷിണ ദില്ലിയിലെ തുഗ്ലക്കാബാദിൽ വൻ വാതക ചോർച്ച. 200ഓളം സ്കൂൾ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സ്ഥലവാസികളെ മാറ്റി. സ്ഥിതി നിയന്ത്രണ വിധേയമായെന്ന് പോലീസ് അറിയിച്ചു. ദില്ലി സർക്കാരും കേന്ദ്ര സർക്കാരും വാതക ചോർച്ചയെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തുഗ്ലക്കാബാദിലെ പ്രഹ്ലാദ്പുരിയിലാണ് ഇന്ന് രാവിലെയോടെ ഭീതി പരത്തി ഗ്യാസ് ചോർന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൊണ്ടുവന്ന ഗ്യാസ് കണ്ടെയ്നറിൽ നിന്നും ചോരുകയായിരുന്നു. രാവിലെ 7 മണിയോടെയാണ് സംഭവം. പരീക്ഷ നടക്കുകയായിരുന്ന സമീപത്തെ റാണി ചാൻസി സർവോദയ കന്യാവിദ്യാലയത്തിലെ നിരവധി വിദ്യാർത്ഥിനികൾക്കടക്കം അസ്വസ്ഥത അനുഭവപ്പെട്ടു. നാട്ടുകാരും പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് 200ഓളം വിദ്യാർത്ഥികളെ 3 ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. കണ്ണുനീറ്റിലും തൊണ്ടവേദനയും അനുഭവപ്പെടുന്നതായി വിദ്യാർത്ഥിനികൾ അറിയിച്ചതിനെ തുടർന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. ആരുടെയും സ്ഥിതി ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സ്ഥലത്തെത്തി. ഗ്യാസ് ചോർച്ചയെക്കുറിച്ച് അന്വേഷണത്തിന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ടു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ശ്രമം പ്രതിപക്ഷം ഊർജിതമാക്കി. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഒഡീഷ മുഖ്യമന്ത്രിയും ബിജെഡി നേതാവുമായ നവീൻ പട്നായിക്കുമായി ചർച്ച നടത്തി. സോണിയാഗാന്ധി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തും. എൻഡിഎക്കെതിരായ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിക്ക് പിന്തുണ തേടിയാണ് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബിജെഡി നേതാവും ഒഡീഷ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്കിനെ കണ്ടത്. രാഷ്ട്രപതി സ്ഥാനത്ത് മതേതരത്വത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരാളെ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ കടമയെന്ന് യെച്ചൂരി നവീൻ പട്നായിക്കിനെ ധരിപ്പിച്ചു. പ്രതിപക്ഷം മത്സരിപ്പിക്കുന്ന പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിൽ വൈമനസ്യമില്ലെന്ന് നവീൻ പട്നായിക് യെച്ചൂരിയെ അറിയിച്ചു. എന്നാൽ സ്ഥാനാർത്ഥിയായി ഒഡീഷ മുഖ്യമന്ത്രി ആരെയും നിർദ്ദേശിച്ചിട്ടില്ല. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് തെലുങ്കാന രാഷ്ട്രസമിതി നേതാക്കളുമായി ബന്ധപ്പെട്ടതായാണ് സൂചന. സിപിഐ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയും TRS നേതാവ് കെ കേശവറാവുമായി ചർച്ച നടത്തി. എന്നാൽ TRS പ്രതിപക്ഷം നിർത്തുന്ന പൊതുസമ്മതനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടില്ല. പുതുതായി രൂപീകരിച്ച സംസ്ഥാനമായതിനാൽ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്ന TRS NDA സ്ഥാനാർത്ഥിയെ എതിർക്കാൻ തയ്യാറായേക്കില്ല. തൃണമൂൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമാണ്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിലും നാരദ കേസിലും അന്വേഷണം നടക്കുന്നതിനാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും വിഷമവൃത്തത്തിലാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന സൂചന നേരത്തെ മമത നൽകിയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി അടുത്തയാഴ്ച മമതാ ബാനർജിയുമായി ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കടുത്ത വരൾച്ചയിൽ ക്ഷീരമേഖലയെ പിടിച്ചു നിർത്താൻ കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വയനാട്ടിലെ ചെറുകിട ക്ഷീര സംഘങ്ങൾ. ബത്തേരിയിലെ വയനാട് മിൽക്ക് വരൾച്ചാ സഹായമായി തങ്ങളുടെ കർഷകർക്ക് വിതരണം ചെയ്തത് 174 ലക്ഷം രൂപയാണ്. സുസ്ഥിര ക്ഷീരവികസനത്തിനായി തീറ്റപ്പുൽ കൃഷിയിലേക്കുൾപ്പെടെ ഇത്തരം ക്ഷീരസംഘങ്ങൾ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ. ഇത്തവണത്തെ കടുത്ത വേനൽ വയനാട്ടിലെ ക്ഷീരോത്പാദനത്തെ കാര്യമായി ബാധിച്ചിരുന്നു.
ഈ പ്രതിസന്ധികൾക്കിടയിലും ഭാവനാപൂർണമായ പദ്ധതികൾ കൊണ്ട് ക്ഷീരമേഖലയ്ക്ക് കരുത്തു പകരുകയാണ് സുൽത്താൻ ബത്തേരി പാൽ വിതരണ സഹകരണ സംഘം. 90 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷം സംഘത്തിനു കീഴിലുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലും 2 പഞ്ചായത്തുകളിലും വേനൽക്കാല ആശ്വാസമായി വിതരണം ചെയ്തതെങ്കിൽ ഇത്തവണ കടുത്ത വേനലിനെ കണക്കിലെടുത്ത് മറ്റു പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് 145 ലക്ഷം രൂപ വിതരണം ചെയ്തു. പശുക്കൾക്ക് ഇൻഷുറൻസ് മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തു. സുസ്ഥിര ക്ഷീരവികസനം ലക്ഷ്യമാക്കി വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണിവർ. സംഘം പ്രസിഡന്റ് കെ പൗലോസ്. വീണ്ടും ഈ 145 ലക്ഷം രൂപ കൊണ്ട് മാത്രം കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നില്ല. ഇനി കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലക്ക് നമ്മുടെ സുൽത്താൻ ബത്തേരി സൊസൈറ്റിക്ക് കീഴിൽ ഇപ്പോൾ നമുക്ക് 3 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പച്ചപ്പുല്ല് കൃഷി നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പുല്ല് നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം കൂടി നമ്മുടെ സ്വന്തമായ സ്ഥലമാണ്. 3 ഏക്കർ സ്ഥലം, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് 3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ നമ്മളിപ്പോൾ പച്ചപ്പുല്ല് നട്ടുപിടിപ്പിച്ച് കൃഷിക്കാർക്ക് കഴിയുന്ന രൂപത്തിലേക്ക്, അതുകൊണ്ട് തികഞ്ഞിട്ടല്ല എന്നാൽ പോലും കൃഷിക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ വരൾച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സംഘം തുടക്കം കുറിച്ചിരുന്നു. തീറ്റപ്പുൽ കൃഷി വ്യാപകമാക്കുവാനും ഇതര ക്ഷീരകർഷക ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നു. കടുത്ത വേനൽ പിന്നിടുമ്പോഴും നിലവിൽ 27,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംഘം. വരൾച്ചയിൽ ജില്ലയിലെ മറ്റു മേഖലകളിൽ ക്ഷീരോത്പാദനം കാര്യമായി കുറഞ്ഞുവെങ്കിലും ബത്തേരി പിടിച്ചുനിന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, വയനാട്. മഹാരാജാസ് സംഭവത്തിൽ പുറത്തുനിന്നുള്ളവരാണ് ആയുധം മുറിയിൽ വെച്ചതെന്ന് പോലീസ് റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ CI അനന്തലാലിന്റെ റിപ്പോർട്ട് പുറത്ത്. നാടൻ ബോംബും വടിവാളുമുണ്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. മഹാരാജാസ് ക്യാമ്പസിൽ നിന്ന് നാടൻ ബോംബും വടിവാളും കണ്ടെത്തിയെന്നായിരുന്നു PT തോമസ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ആരോപിച്ചത്. പ്രസംഗം ഇങ്ങനെ: മഹാരാജാസ് കോളേജ് ഹോസ്റ്റൽ പ്രവർത്തനരഹിതമായതുകൊണ്ട് കുട്ടികളെ താമസിപ്പിച്ചിരുന്ന ക്വാർട്ടേഴ്സിൽ മാരകായുധങ്ങൾ കണ്ടെടുത്തു. അതിന്റെ പത്രവാർത്തയും വടിവാളിന്റെ പടവുമാണ് എന്റെ കയ്യിലിരിക്കുന്നു. ഇതിനു മറുപടിയായി കണ്ടെടുത്ത വസ്തുക്കൾ മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി. FIR അനുസരിച്ചായിരുന്നു മറുപടി. ഇവിടെ ഉണ്ടായിരുന്ന വാർക്കക്കമ്പി, പലക കഷ്ണം, റബ്ബർ പിടിയോടുള്ള പൈപ്പ്, തുണി ചുറ്റിയ പൈപ്പ്, വെട്ടുകത്തി, ഏണി എന്നിവയാണ് കണ്ടെത്തിയത്. ഇനി FIRന്റെ പകർപ്പ് കാണുക. പ്രസംഗത്തിലുള്ള അതേ കാര്യങ്ങൾ. സഭയെ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചുവെന്ന പ്രതിപക്ഷ ആരോപണം ഇതോടെ പൊളിയുന്നു. പുറത്തുനിന്നെത്തിയവരാണ് ആയുധങ്ങൾ റൂമിൽ വെച്ചതെന്ന സെൻട്രൽ സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാലിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. വിദ്യാർത്ഥികൾ ഏപ്രിൽ 30 തന്നെ റൂം വിട്ടുപോയിരുന്നു. വിദ്യാർത്ഥികൾ പോയതിനു ശേഷം മറ്റാരോ ആയുധങ്ങൾ കൊണ്ടുവച്ചതാണെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തം. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, പ്രതിപക്ഷം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് മഹാരാജാസ് കോളേജിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെടുത്തു എന്ന തരത്തിലാണ്. ഇപ്പോൾ എറണാകുളം സെൻട്രൽ CIയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്? സോമി, മഹാരാജാസിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകളാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ഇത് ശരിയല്ല. FIRലെ അതേ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്ന് നിയമസഭയിൽ നിർത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ രേഖകളും ഈ FIRന്റെ പകർപ്പും വ്യക്തമാക്കുന്നു. FIRൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുള്ളത്. 2 ചതുരാകൃതിയുള്ള ഇരുമ്പ് പൈപ്പ്, ഒരറ്റം ചുവന്ന തുണി ചുറ്റിയ ഇരുമ്പ് പൈപ്പ് ഒരെണ്ണം, ഇരുമ്പ് പൈപ്പുകൾ സുമാർ 90 സെന്റിമീറ്റർ നീളമുള്ളത്. ഈ രീതിയിൽ FIRൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. നാടൻ ബോംബോ വടിവാളോ മഹാരാജ് കോളേജിൽ നിന്ന് കണ്ടെത്തിയതായി FIRൽ പറയുന്നില്ല. മാരകായുധങ്ങൾ കണ്ടെടുത്തു എന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷം 5-ാം തീയതി അടിയന്തര പ്രമേയത്തിൽ നോട്ടീസിൽ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അക്കാര്യത്തിൽ വസ്തുതയില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ FIR ഉള്ളത്. അതോടൊപ്പം തന്നെ എറണാകുളം സെൻട്രൽ സർക്കിൾ അനന്തലാലിന്റെ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു, ഏപ്രിൽ 30-ാം തീയതി മഹാരാജാസ് കോളേജിലെ കുട്ടികൾ റൂം വിട്ടു പോയിരുന്നു. അതിനുശേഷം ആണ് ഈ വസ്തുക്കൾ റൂമിലെത്തിയത്. റൂമിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു, അതിലേക്കൊരു ഏണി ചാരി വെച്ചിരുന്നു. അതുകൊണ്ട് ആരാണിത് കൊണ്ടുവച്ചതെന്നതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് അനന്തലാലിന്റെ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സോമി,
മഹാരാജാസ് സംഭവത്തിൽ മാരകായുധങ്ങൾ കണ്ടെടുത്തിട്ടില്ല എന്ന പോലീസിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി സഭയിലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത്. സജേഷാണ് വിവരങ്ങൾ നൽകിയത്.